ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്ത് നിന്നുള്ള കവിതയിലെ ചില വരികൾ തന്നിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പാഠഭാഗം, കവിതാ പാഠഭാഗം തന്നിട്ട് ആ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന ചോദ്യം വരാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് തുടങ്ങേണ്ടത് കവിതയുടെ പേരും കവിയുടെ പേരും പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യത്തെ വരിയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തിയിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗമായിട്ടുള്ള മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ തുടങ്ങേണ്ടത് അതാരാണ് എഴുതിയത്? പി മധുസൂദനൻ ആണ് എഴുതിയത്. നിങ്ങൾ ഓരോ കവിതയും പാഠഭാഗവും നിങ്ങളുടെ എല്ലാ പാഠഭാഗവും ആരാണ് എഴുതിയതെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സോ മണ്ണിൻ്റെ കിനാവുകൾ എഴുതിയത് പി മധുസൂദനനാണ്. നമുക്ക് ഇങ്ങനെ തുടങ്ങാം. പ്രശസ്ത കവി പി മധുസൂദനൻ എഴുതിയ മനോഹരമായ കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന് നമുക്ക് ആദ്യത്തെ വരിയായിട്ട് എഴുതാം. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. നിങ്ങൾക്ക് ഉണ്ണിയുടെ വിമാനയാത്ര എന്ന കവിതയെ അടിസ്ഥാനമാക്കി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ തുടങ്ങാം. അത് എഴുതിയത് ബാലാമണി അമ്മയാണ്. സോ മാതൃത്വത്തിൻ്റെ കവിയത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മയുടെ മനോഹരമായ കവിതയാണ് ഉണ്ണിയുടെ വിമാനയാത്ര എന്ന് തുടങ്ങാം. ഇവിടെ മാതൃത്വത്തിൻ്റെ കവിയത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മ എന്നാണ് എഴുതിയത്. ഇങ്ങനത്തെ പോയിന്റ്സ് നിങ്ങൾക്ക് കവിയെക്കുറിച്ചോ കവിയത്രിയെക്കുറിച്ചോ എഴുതാൻ കിട്ടിയാൽ നല്ലൊരു ആകർഷണം നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പിൻ്റെ തുടക്കത്തിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈൻസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലെ പ്രശസ്ത കവി അല്ലെങ്കിൽ മലയാളത്തിലെ പ്രശസ്ത കവിയത്രി എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. നിങ്ങൾ അടുത്ത വരിയായിട്ട് എഴുതേണ്ടത് നിങ്ങളുടെ കവിതയിൽ എന്താണോ ഏറ്റവും മെയിനായിട്ട് പറയുന്നത് അതിൻ്റെ ആശയം ഒറ്റൊരു ലൈനിലാക്കിയിട്ട് ഒന്നോ രണ്ടോ ലൈനിലാക്കിയിട്ട് അവിടെ എഴുതുക. അതായത് നമുക്ക് തന്നിട്ടുള്ളൊരു കവിത ഉദാഹരണത്തിന് പ്രകൃതിയും മനുഷ്യനെ കുറിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഈ കവിതയിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ വളരെ ലളിതവും മനോഹരവുമായ രീതിയിൽ കവി വർണ്ണിക്കുന്നു എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് നിങ്ങൾ അടുത്ത പാരഗ്രാഫിലേക്ക്, അടുത്ത ഖണ്ഡികയിലേക്ക് കടക്കുക. എന്നിട്ട് അടുത്ത ഖണ്ഡികയിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ കവിതയിലെ ആശയം, അതായത് ചുരുക്കി വിവരിച്ചു കൊണ്ട് ഈ കവിതയിൽ എന്തൊക്കെയാണോ പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ ഓരോ വരികളിലെയും ആശയം ചുരുക്കിയിട്ട് നിങ്ങൾ എഴുതുക. ഈ കവിതയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ആരൊക്കെയുണ്ട്, ആരെക്കുറിച്ചാണ്, ഇതിലെ കഥാപാത്രങ്ങൾ. ഇപ്പോൾ പ്രകൃതിയും മനുഷ്യനും ആണെങ്കിൽ ഇതിലെ പ്രകൃതിയാണ് ഇതിലെ കഥാപാത്രം. ജീവജാലങ്ങളെക്കുറിച്ചാണെങ്കിൽ അതിലുള്ള ജീവജാലങ്ങളാണ് ഈ കവിതയിലെ കഥാപാത്രങ്ങൾ. അങ്ങനെ അവരെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ വിവരിച്ചു കൊണ്ട് ചുരുക്കിയിട്ട് നിങ്ങളൊരു ഖണ്ഡിക തയ്യാറാക്കുക. പിന്നെ നിങ്ങൾ അടുത്ത ഖണ്ഡികയായിട്ട് എഴുതേണ്ടത് ഈ കവിതയിൽ നിങ്ങളുടെ ആകർഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്തൊക്കെയാണെന്നൊക്കെയാണ് നിങ്ങൾ എഴുതി ചേർക്കേണ്ടത്. ഉദാഹരണത്തിന് നമുക്ക് എഴുതാം, ആദ്യ വായനയിൽ തന്നെ വല്ലാത്ത ഇഷ്ടം തോന്നുന്ന അതിമനോഹരമായ കവിതയാണിത്. പിന്നെ നമുക്കിതിലെ ഭാഷാരീതി, താളഭംഗി അതൊക്കെ എഴുതാം. ഇപ്പോൾ നല്ല പ്രാസത്തിൽ, അതായത് നല്ല ഈണത്തിലൊക്കെ ആണെങ്കിൽ അക്ഷരങ്ങളൊക്കെ റിപ്പീറ്റൊക്കെ അടിച്ചങ്ങാണ്ട് റിപ്പീറ്റായിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എഴുതാം, താളഭംഗി കൊണ്ടും ശബ്ദഭംഗി കൊണ്ടും സുന്ദരമായ ഈ കവിത എനിക്ക് ഏറെ ഇഷ്ടമായി. വളരെ ലളിതമായ ഭാഷാരീതിയാണ് കവി ഈ കവിതയിൽ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എന്താണോ ഇതിൽ മനസ്സിലായതെന്നു കൂടി ഇവിടെ എഴുതി ചേർക്കാം. അതായത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കവിതയാണെങ്കിൽ ഉദാഹരണം പറയാണ്, ഈ കവിതയിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അതിമനോഹരമായ ബന്ധത്തെ കവി കൂടുതൽ മനസ്സിലാക്കി തന്നു. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും കവി ഓർമ്മിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കവിത അനുസരിച്ച് ഇതുപോലത്തെ സെൻറ്റൻസുകൾ എഴുതി ചേർക്കാവുന്നതാണ്. അവസാനത്തെ ഖണ്ഡികയായിട്ട് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട വരി അതേതാണെന്ന് ഇത് കവിതയിൽ തന്നിട്ടുള്ള വരി എടുത്തിട്ട് അതേപോലെ എടുത്തിട്ട് എഴുതുക. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വരി, എന്നിട്ട് കാരണവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വരി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് കൂടി എഴുതുക.
എന്നിട്ട് അവസാനമായിട്ട് ആരെയും ആകർഷിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു കവിതയാണ് ഇതെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ അവസാനിപ്പിക്കുക. സോ ഫ്രണ്ട്സ്, നമ്മുടെ ആസ്വാദനക്കുറിപ്പ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ എല്ലാ സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് 5 നോക്കിയാൽ കാണാവുന്നതാണ്. ഇനി ഏത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻ്റായിട്ട് പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.